ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബീറ്ററും ഒരു ദിറംസിൻ്റെ ബീറ്ററും അതുപോലെ തന്നെ കേക്കിൻ്റെ കുറച്ച് ടൂൾസാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ മെയിനായിട്ട് വേണ്ടത് മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണുമാണ്. അതെല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം. നമുക്ക് ഫ്ലോറുകളും അതുപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് അളന്നെടുക്കാൻ മെഷറിംഗ് കപ്പും അതുപോലെ തന്നെ മെഷറിംഗ് സ്പൂണും നിർബന്ധമാണ്. 250 ml കപ്പാണ് എൻ്റെ കപ്പ്. പിന്നെ മെഷറിംഗ് സ്പൂണ് 1 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂണ്, അര ടീസ്പൂണ്, 1/4 ടീസ്പൂൺ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതുണ്ടായാലും നമുക്ക് കേക്കൊക്കെ കറക്റ്റ് അളവായിരിക്കണം. കേക്കിന് എടുക്കുന്ന എല്ലാ അളവുകളും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 2 കാര്യം നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഫ്ലോറൊക്കെ മിക്സ് ചെയ്യാൻ ഒരു അരിപ്പ വേണം. പിന്നെ നമുക്ക് കേക്കിൻ്റെ ബാറ്ററൊക്കെ നല്ലോണം മിക്സ് ചെയ്യാൻ അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ള കേക്ക് ടിന്നാണ്. ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നും പിന്നെ 8 ഇഞ്ചിൻ്റെ ടിന്നും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കേക്കൊക്കെ സെയിലൊക്കെ ചെയ്യാനുള്ളവരാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു ടിന്ന് തന്നെ മതിയാവും. വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുക്കർ അതുപോലെ തന്നെ സോസ് പാനിലൊക്കെ ചെയ്തെടുക്കാം. കേക്ക് ടിന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് 9 ഇഞ്ചിൻ്റെയും 10 ഇഞ്ചിൻ്റെയും ടിന്നാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബീറ്ററാണിത്. അപ്പോൾ ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു ബീറ്റർ നമുക്ക് അത്യാവശ്യമാണ്. കേക്കൊക്കെ നല്ലവണ്ണം പൊങ്ങി വരാനും ഒക്കെ ബീറ്ററാണ്. മുട്ട നല്ലപോലെ പതിപ്പിച്ചെടുത്താലാണ് നമുക്ക് കേക്കൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വരിക. അതുകൊണ്ട് ഒരു ബീറ്റർ ആവശ്യമാണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുപോലെ ഒരു സ്റ്റാൻഡുമ്മലുള്ള ബീറ്ററാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് അപ്പോൾ ഞാൻ ഈ ഒരു ബീറ്ററിന് കൊടുത്തിട്ടുള്ള വില 1 ദിറംസാണ്. അപ്പോൾ ഓഫറിൽ കിട്ടിയതാണ് എനിക്ക് ഈ ഒരു ബീറ്റർ. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് 1 വർഷമായി. നല്ല ബീറ്ററാണ്. ഇതുവരെ ഒരു കേട് പറ്റിയിട്ടില്ല. നല്ല യൂസ്ഫുള്ളാണ്. ഇതുപോലെ നമുക്ക് കയ്യിൽ പിടിക്കണമെന്നില്ല. ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഈ മുട്ടയൊക്കെ ഇതുപോലെ ബീറ്റ് ചെയ്ത് കിട്ടും. ഈ ഒരു ബൗളാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബൗളാണ്. സ്റ്റീലിൻ്റെ ബൗളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ 50 ദിറംസിന് നമ്മൾ സാധനം മിനിമം ഒരു 50 ദിറംസിന് സാധനം വാങ്ങിച്ചാൽ അതിലൊരു ദിറംസിന് ഏതെങ്കിലും ഒരു സാധനം ഓഫറിലിടും. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ബീറ്ററാണിത്. അപ്പോൾ നല്ലൊരു അടിപൊളി സാധനമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ 2-3 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഡിന്നർ സെറ്റ് എല്ലാം നല്ല ഉപകാരമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബീറ്റർ അത്യാവശ്യം നല്ലൊരു ബീറ്റർ തന്നെയാണ്. ഇപ്പോൾ 1 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് സ്റ്റാൻഡുമേലല്ലാതെയും ഇതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. കയ്യിൽ വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ പുറത്തൊക്കെ സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ബീറ്റർ നമുക്ക് കയ്യിലുണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യാനും അതുപോലെ തന്നെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാനും പറ്റും. കേക്കൊക്കെ നല്ലോണം ഐസിങ് ചെയ്തെടുക്കാൻ ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളിപ്പോൾ അബുദാബിയിലാണുള്ളത്. ഇവിടെ ഇതിന് 10 ദിറംസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐസിങ്ങൊക്കെ നല്ലോണം നീറ്റാക്കി നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലൊരു ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ. പിന്നെ ഐസിങ് നൈഫ്, സ്പാച്ചുല, ബ്രഷാണ്. അപ്പോൾ സ്പാച്ചുല നമുക്ക് നല്ലതാണ്. നല്ല ഉപകാരമുള്ള സാധനമാണ്. നമുക്ക് ഫ്ലോറൊക്കെ നല്ലോണം വടിച്ചെടുക്കാൻ ഈ ഒരു സ്പാച്ചുല നല്ല ഉപകാരമാണ്. പിന്നെ ബ്രഷ് നമുക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് വെറ്റിയ അല്ലെങ്കിൽ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൽ ഹോൾസ് ആക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ബോട്ടിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ കേക്കുമ്മലേക്ക് ആക്കി കൊടുക്കാം. ഐസിങ് നൈഫാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ക്രീം എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അത്യാവശ്യം വലിയൊരു നൈഫാണ്. അപ്പോൾ ഇതിൻ്റെ ചെറുതാണിത്. ചെറുത് ഒന്നുണ്ട്. ഇത് സ്റ്റീലല്ല. ഇത് വേറൊരു ടൈപ്പാണ്. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു രീതിയിലുള്ളതാണത്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ വലിയൊരു സ്ക്രാപ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് കേക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കാർഡ് വെച്ചിട്ടാണ് അധികവും നീറ്റാക്കി എടുക്കാറ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്രീം നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കാർഡ് ഇതുപോലത്തെ ഒരു കാർഡ് മതി. കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഈ ഒരു ഒറ്റ നോസിൽ കൊണ്ട് നമുക്ക് ഒരുപാട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് സ്റ്റാർ നോസിലാണ്.
അപ്പോൾ 5 കട്ടുള്ള ഉള്ളിലേക്ക് ഇങ്ങനെ ഇതായിട്ടുള്ള നോസിലാണ്. അപ്പോൾ ഇത് ഞാൻ സെറ്റായിട്ട് മേടിച്ചതിലുള്ള ഇതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഈ ഒരു നോസിലിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പോസിബിളായിട്ട് വാങ്ങിക്കുന്ന പൈപ്പിംഗ് ബാഗാണ് ഞാൻ യൂസ് ചെയ്യാറ്. നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഇതിൽ ഫില്ല് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ ഒരു ക്ലിപ്പ് നമുക്ക് നല്ലൊരു ഉപകാരമുള്ള സാധനമാണ്. പൈപ്പിംഗ് ബാഗിൽ നമുക്ക് ക്രീമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ അറ്റത്ത് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ പുറത്തൊട്ടും പോകുന്നില്ല, നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നി. ഇത് നമ്മുടെ ബട്ടർ പേപ്പറാണ്, ബേക്കിംഗ് പേപ്പറാണ്. ഇതുപോലെ റോളായിട്ടാണ് ഞാൻ വാങ്ങിക്കാറ്. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് കേക്ക് ടിന്നിൻ്റെ അടിയിൽ ഒക്കെ വെക്കാൻ ഈ ഒരു ബട്ടർ പേപ്പർ നല്ലതാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യാറ് ഇതുപോലെ ചെറിയ ബോട്ടിലായിട്ടാണ് വാനില എസൻസ് വാങ്ങിക്കാറ്. പിന്നെ 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന്, വിപ്പിംഗ് ക്രീം ഏതാണ് യൂസ് ചെയ്യാറെന്ന്. ഞാനിവിടെ മാക് ടോപ്പിൻ്റെ ഈ ഒരു ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നമ്മളിപ്പോൾ അബുദാബിയിലാണുള്ളത്. അപ്പോൾ ഇവിടെ UAE-യിലുള്ളവരാണെങ്കിൽ ഈ ഒരു ക്രീമാണ് നല്ലത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള, നല്ല സ്റ്റിഫായി വരും. നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ. ഇതുകൊണ്ട് നല്ല നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാനും എല്ലാത്തിനും പറ്റും. അപ്പോൾ ഇവിടെ UAE-യിലുള്ളവരാണെങ്കിൽ ഈ ഒരു ക്രീം വാങ്ങിച്ചാൽ മതി. ഇത് ലുലു അതുപോലെ തന്നെ ക്യാരിഫോർ അധിക ഷോപ്പിലും ഇത് കാണാം. അപ്പോൾ ഈ ഒരു ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യാറ്. ഇതിൻ്റെ എല്ലാ ടൂൾസും ഒറ്റയടിക്ക് തന്നെ വാങ്ങിക്കണമെന്നില്ല. ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ അവർ ആദ്യം മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണേ വാങ്ങിക്കണമെന്നുള്ളൂ. ഞാൻ ഇത് ഒറ്റയടിക്ക് വാങ്ങിച്ചതൊന്നുമല്ല, ഞാൻ ഓരോന്നായിട്ട് ഓരോരോ സമയങ്ങളിൽ ഇങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു മെഷറിംഗ് കപ്പും സ്പൂണും വാങ്ങിച്ചാൽ മതി ഫസ്റ്റായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നോസിൽ ഇടാനുള്ള ഈ ഒരു സാധനമാണ്. നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഇതിട്ട് കൊടുത്തിട്ട് നോസിൽ വേറെ നോസിൽ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിലുള്ളത് കുറച്ച് നോസിലുകളാണ്, അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ ക്ലിപ്പാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കേക്കിന് വേണ്ട എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. താങ്ക് യു.